കടബാധ്യതകളിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാം. ചാണക്യൻ പറയുന്നത് കേൾക്കൂ. ചാണക്യന്റെ തത്വങ്ങൾ പ്രകാരം കടം എന്നത് ഒരു മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തകളെയും സമാധാനത്തെയും നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ്. കടബാധ്യതകളിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ ചാണക്യൻ നൽകുന്ന 5 പ്രധാന ഉപദേശങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ കടം തീപ്പൊരി പോലെയാണ്. അവയെ ഉടൻ ഇല്ലാതാക്കുക. ട്രീറ്റ് ഡെബ്റ്റ് ലൈക്ക് ഫയർ. രോഗം, കടം, തീപ്പൊരി എന്നിവ എത്ര ചെറുതാണെങ്കിലും അവയെ അവഗണിക്കരുത്. ചെറിയ തീപ്പൊരി കാട്ടുതീ പോലെയാകുന്നത് പോലെ ചെറിയ കടം വളർന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. അതിനാൽ കടം വീട്ടുന്നതിനായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രഥമ പരിഗണന. അടുത്തതായി ചാണക്യൻ പറയുന്നത് ആഡംബരങ്ങൾ പൂർണ്ണമായും നിർത്താൻ വേണ്ടിയാണ്. സ്റ്റോപ്പ് ഷോ ഓഫ് ആൻഡ് ലക്ഷറി. വരുമാന പരിധിയിൽ ജീവിക്കുക. കടമുള്ളപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഡംബരങ്ങളും അനാവശ്യ ചിലവുകളും പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചിലവഴിക്കുക. അടുത്ത ചാണക്യന്റെ നിർദ്ദേശം കഠിനാധ്വാനവും വിട്ടുവീഴ്ചയും പറ്റിയാണ്. വർക്ക് ഹാർഡ് ആൻഡ് റീമേക്ക് വെൽത്ത്. ജോലി ചെറുതാണെങ്കിലും ചെയ്യുക. കടം വീട്ടാൻ വേണ്ടി കൂടുതൽ പണം സമ്പാദിക്കാൻ കഠിനമായി അധ്വാനിക്കുക. വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഏത് ചെറിയ ജോലിയും ചെയ്യാൻ മടിക്കരുത്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനേക്കാൾ വലിയ അന്തസ്സ് മറ്റൊന്നുമില്ല. ചാണക്യന്റെ അടുത്ത നിർദ്ദേശം കടത്തിന്റെ കാര്യം രഹസ്യമായി സൂക്ഷിക്കാനാണ്. കീപ് ഫിനാൻഷ്യൽ സ്ട്രെസ് സീക്രട്ട്. എല്ലാവരോടും പറയാതിരിക്കുക. നിങ്ങളുടെ വലിയ കടബാധ്യതകളെയും സാമ്പത്തിക തകർച്ചകളെയും കുറിച്ച് എല്ലാവരോടും സംസാരിക്കരുത്. ഇത് കേൾക്കുമ്പോൾ ആളുകൾ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളിൽ നിന്ന് അകലാനോ നിങ്ങളുടെ ബലഹീനത മുതലെടുത്ത് ചൂഷണം ചെയ്യാനോ സാധ്യതയുണ്ട്. വിശ്വസ്തരായവരോട് മാത്രം ഇത് പങ്കുവയ്ക്കുക. അടുത്തതായി ചാണക്യൻ പറയുന്നത് ഭാവിയിൽ കടം വരാതെ നോക്കാൻ വേണ്ടിയാണ്. നെവർ ബോറോ ഫോർ നോൺ അസറ്റ്സ്. വരുമാനം തരാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങരുത്. ഒരിക്കലും ഒരു പുതിയ കടം വാങ്ങി പഴയ കടം വീട്ടാൻ ശ്രമിക്കരുത്. വിവേകശൂന്യമായ തീരുമാനങ്ങളാണ് മനുഷ്യനെ വലിയ കടക്കാരനാക്കുന്നത്. അതിനാൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ശീലമാക്കുക.